പിണറായിയുടെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് കോൺഗ്രസുകാരും അവരെ താങ്ങി നടക്കുന്ന ചില സുഡാപ്പികളും പ്രചരിപ്പിക്കുന്നത് സംഘി പോലീസ് എന്നാണ്. സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയെ ചാപ്പുകുത്താൻ വേണ്ടി പലതരത്തിലുള്ള കഥകൾ ഒരു സംഭവത്തെ മുൻനിർത്തി ഇവർ മെനഞ്ഞെടുക്കും. എന്നാൽ ഒരു റിയാലിറ്റി നിങ്ങളെ കാട്ടിത്തരാം. ഒരു സംഘിണിയുടെ മോങ്ങൽ വന്നിട്ടുണ്ട്. ഒരു മുൻ DGP അമ്മച്ചിയുടെ മോങ്ങൽ. 916 കറകളഞ്ഞ സംഘിണി ഇപ്പോൾ ഒരു പോക്സോ കേസ് കയ്യിലിരിപ്പിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ രജിസ്റ്റർ ചെയ്തു, അല്ലെങ്കിൽ പിണറായിയുടെ ആഭ്യന്തര വകുപ്പ് രജിസ്റ്റർ ചെയ്തു. ആ രജിസ്റ്റർ ചെയ്യുന്ന സന്ദർഭത്തിൽ പിണറായിക്ക് അതിലൊരു ഉത്തരവാദിത്വം ഇല്ലേ? ആഭ്യന്തര വകുപ്പ് ആരാ ഭരിക്കുന്നതെന്നൊരു ചോദ്യം പോലും ചോദിക്കില്ല. പക്ഷെ ആ കേസ് വന്നതിന് ശേഷം സംഘിണി കൗൺസിലർ അമ്മച്ചി ഒരു മോങ്ങലുമായി രംഗപ്രവേശനം നടത്തി. നോക്കി, എനിക്കെതിരെ പോലീസ് ഒരു പോക്സോ കേസ് എടുത്തത് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇതേക്കുറിച്ച് ഞാൻ പത്രമാധ്യമക്കാരോടൊരു വിശദീകരണം നൽകിയിരുന്നു, എൻ്റെ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് എഴുതിയിരുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. ഇവർ ഈ ചെയ്തത് വളരെ അന്യായമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വിരമിച്ച ഒരു DGP ആണ്, എന്നിട്ടും ഒരു കള്ള കേസ് എനിക്കെതിരെ എടുത്തതിന് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. സമയപരിധിക്കകത്ത് കേസ് കൊടുത്തിരിക്കണം എന്ന ഒരു ക്ലോസ് ഉണ്ട്. ഞാൻ ഈ ചെയ്തു എന്ന് പറയുന്ന ഒഫൻസ് 2016 10 വർഷം മുമ്പ് എന്റെ ബ്ലോഗ് പോസ്റ്റിലൂടെ, പിന്നെ 2022 ഓഗസ്റ്റില് എന്റെ വീഡിയോ ചാനലിലൂടെ ഞാൻ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ഇരയുടെ പേര് വെളിപ്പെടുത്തി എന്നുള്ളതാണ്. ആ ഒരു കുറ്റകൃത്യത്തിന്റെ പരമാവധി 2 വർഷമേ പണിഷ്മെന്റ് ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യേണ്ടത് സംഭവം നടന്ന് 3 വർഷത്തിനകം ആണ്. പക്ഷെ പരാതിക്കാരൻ 3.5 വർഷത്തിന് ശേഷമാണ് ഈ പരാതിയുമായിട്ട് പോയിരിക്കുന്നത്. ഒറ്റ കാരണം കൊണ്ട് ആ കേസ് എടുക്കാതിരിക്കാം, പക്ഷെ അതെടുത്തു. CMP ആയിട്ട് കൊടുത്ത ഒരു കേസ് ആണെങ്കിൽ പോലും ഇതിനകത്ത് എന്റെ ഒരു വിശദീകരണം ഇതേവരെ ചോദിച്ചിട്ടില്ല. കേട്ടല്ലോ, സംഘിവൽക്കരണം നടന്നിരിക്കുന്ന പോലീസിലൂടെ ഒരു 916 സംഘിണിക്കെതിരെ കേസെടുത്തു. ഒരു മുൻ DGP ആണെന്ന് പോലും പരിഗണിക്കാതെ. കേട്ടല്ലോ, ഇത് പക്ഷേ നമ്മുടെ നാട്ടിൽ വാർത്താ ഹൈലൈറ്റ് അല്ല. ഇനി പിണറായിക്ക് നമ്മൾ ചാർത്തിയിരിക്കുന്ന ചാപ്പ ചിലയിടങ്ങളിൽ തെറ്റിപ്പോയാലോ? ആഭ്യന്തര വകുപ്പിൽ നമ്മൾ ചാർത്തി കൊടുത്തിരിക്കുന്ന ചാപ്പയും ചിലരുടെ പേരുകളിലൊക്കെ നമ്മൾ വിദഗ്ധമായിട്ട് കഥകൾ ഉണ്ടാക്കി ഇവർക്ക് സംഘപരിവാർ ബന്ധമുണ്ട്. പക്ഷേ കടുത്ത സംഘപരിവാർ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ DGP ആയിട്ടുള്ള ശ്രീലേഖ IPSന്റെ പേരിൽ ഒരു പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ കേസ് അങ്ങോട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് DGP ആണെന്ന് പോലും പരിഗണന തന്നില്ല എന്ന രീതിയിൽ സങ്കടത്തോടു കൂടി രംഗത്ത് വന്നിട്ട് ആ കേസിന് പിന്നിൽ സർക്കാരാണ്, ഇവിടെ BJP അധികാരത്തിൽ വന്നാലേ ഇതൊക്കെ അവസാനിക്കുകയുള്ളൂ, കാര്യം പിണറായി സർക്കാർ സംഘികളെ ദ്രോഹിക്കുന്നു എന്നാണ് സംഘിണിയുടെ കരച്ചിൽ. കൗൺസിലർ അമ്മച്ചി സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഇന്നലകളിൽ ചെയ്ത ഏതെങ്കിലും പരാതി വന്നാൽ ആ പരാതിയിൽ മുഖം നോക്കാതെ നടപടി എടുക്കുമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന്. ഈ മുഖം നോക്കാതെ ചില കാര്യങ്ങൾ നടപടിയെടുക്കുകയും എന്നാൽ ചിലതിൽ താല്പര്യങ്ങൾക്ക് വേണ്ടി കേസെടുത്തില്ല എന്ന് വാദിക്കുന്നവരുടെ മുന്നിലേക്ക് പരാതിക്ക് സ്കോപ്പ് ഉണ്ടോ? പിണറായിയുടെ പോലീസ് സംഘിയാണെങ്കിലും സുഡാപ്പിയാണെങ്കിലും കേസ് എടുത്തിരിക്കുമെന്നതിന്റെ തെളിവാണ്. അതിൽ ആരാണോ മറുവശത്ത് വരുന്നത് അവർ ഇപ്പോൾ സംഘിയായപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി സുഡാപ്പിയായി മാറി. ഇതിനിപ്പോ കേസെടുത്തത് ഒരു സുഡാപ്പിക്കെതിരെയോ കോൺഗ്രസുകാർക്കെതിരെയോ ആണെങ്കിൽ പിണറായി വിജയൻ സംഘി വിജയനാകും. ഇത്രയേ ഉള്ളൂ അതിന്റെ സിമ്പിൾ ലോജിക്ക്. എന്തായാലും ആ മോങ്ങലിലൂടെ ഒരു റിയാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. പരാതി ഉയർന്നു വന്നിട്ടുണ്ടോ? അതിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടോ? കേസ് ഉറപ്പായിട്ടുണ്ടാകും. പക്ഷേ പരാതി എന്നതിന്റെ പേരിൽ ചില കഥകളും വ്യാഖ്യാനിച്ചുകൊണ്ട് വന്നാൽ നടക്കണ കേസല്ല എന്നതിന്റെ റിയാലിറ്റിയാണ് ഈ കാണുന്നത്.